മലയാള സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ആരാധകര് അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു ചിത്രം. അതാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം. ഈ ഒരു സിനിമയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തകർത്ത് ഒന്നാം സ്ഥാനത്തെത്തി. ഈ ഒരു സിനിമയുടെ വീഡിയോ സോങ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു സോങ് കണ്ടതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എനിക്ക് ഈ സോങ് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലുള്ള പാട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതേപോലെ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായി, ഒഡീൻ എന്ന സിനിമ. വലിയ രീതിയിൽ ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സിനിമ നമുക്ക് പരാജയമാണ് തന്നത്, ഒഡീൻ എന്ന സിനിമ. ആ ഒഡീൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അതിന്റെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായി. ഒഡീൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുന്നേ റിലീസ് ചെയ്ത ആ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ട് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ഈ ചിത്രത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുള്ള പാട്ട്. ഈ രണ്ട് സിനിമകളും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. പറയാൻ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ ഒഡീൻ എന്ന സിനിമക്ക് ഷൂട്ടിംഗ് തുടങ്ങിയത് മുതൽ തന്നെ വലിയ ഹൈപ്പും കാര്യങ്ങളും കിട്ടി. അത് അവരുടെ ഭാഗത്തുനിന്ന് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷെ അതിന്റെ പേരും അതിന്റെ ഒരു കഥയും കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിൽ ഹൈപ്പും കാര്യങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഓവർ ഹൈപ്പിൽ വന്ന ഒരു ചിത്രമാണ് ഒടിയൻ. ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഒരു പാട്ട് കൂടി വന്നു. ആ പാട്ട് കൂടി വന്നപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ഫീൽ തന്നെയാണ് ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്നത്. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിനും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ഷൂട്ടിംഗ് തുടങ്ങിയത് മുതൽ തന്നെ ഗംഭീര ഹൈപ്പ്. അത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ഓവർ ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഒഡീൻ എന്ന സിനിമയുടെ ആ ഒരു റിലീസിന് മുന്നേ ഇറങ്ങിയ അതേ പാട്ട് പോലെ തന്നെയാണ് ഈ ഒരു പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ നിന്ന് തുടങ്ങുന്ന പാട്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പാട്ട് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതാണോ പാട്ട്, ഇങ്ങനെയാവുമോ സിനിമ, ഇതേപോലെ സ്ലോവിൽ തന്നെ ആയിരിക്കുമോ സിനിമ മുന്നോട്ട് പോകുക എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കും. പക്ഷെ ഒന്ന് രണ്ട് തവണ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ പാട്ട് ഇഷ്ടപ്പെടും. ആ ഒരു കാര്യം സത്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ നടക്കുന്ന ചിത്രത്തിന്റെ ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു പാട്ടിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകന്റെ കയ്യൊപ്പ് ചാർത്തുന്ന ഒരു ചിത്രമായിരിക്കും. ആ ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള ഈ ഒരു സോങ്ങിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള ദൃശ്യവിസ്മയം നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റുമെന്നാണ് ഈ സോങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം നല്ല ഫ്രെയിം വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകനിൽ ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടന്റെ വലിയൊരു തിരിച്ചുവരവ് കൂടി ഒരു സിനിമയിലൂടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആശംസിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ ഒഡീൻ എന്ന സിനിമക്ക് സംഭവിച്ച പോലെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഒഡീൻ എന്ന സിനിമ നമുക്ക് എത്രത്തോളം നിരാശ നൽകിയ ഒരു ചിത്രമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ ആവാതിരിക്കട്ടെ. കാര്യം ഓവർ ഹൈപ്പ് തന്നെയാണ് ഒരു സിനിമയെ നശിപ്പിക്കുന്നത്. ആ ഓവർ ഹൈപ്പ് മലൈക്കോട്ടെ വാലിബിനെ എത്രത്തോളം നശിപ്പിക്കും, എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നമുക്ക് എന്തായാലും സിനിമ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒടിയന് സംഭവിച്ചത് ഈ സിനിമയ്ക്ക് സംഭവിക്കാതിരിക്കട്ടെ. മോഹൻലാൽ എന്ന വലിയൊരു താരത്തിന്റെ വലിയൊരു തിരിച്ചുവരവ് മലയാള സിനിമ ലോകം 2024 കാണാൻ സാക്ഷ്യം വഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.